കണ്ടന്റിയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറയാം. മറിച്ച് നമ്മൾ നമുക്ക് കിട്ടിയ അറിവിൽ നമ്മൾ പ്രാക്ടിക്കലി എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു നോളജാണ് ഇംപ്ലിസിറ്റ് നോളജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പുസ്തകം നോക്കിയിട്ട് കുക്കിങ്ങിൻ്റെ ഒരു പുസ്തകമാണെങ്കിൽ അത് ഓരോ ഐറ്റവും അല്ലെങ്കിൽ ഓരോ ഡിഷസും എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പ്ലിസിറ്റ് നോളജാണ്. കാരണം നമ്മളത് മെറ്റീരിയൽ നിന്നാണ് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് നമ്മൾ അതിനെ നമ്മൾ കിച്ചണിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിസിറ്റ് നോളജായിട്ട് മാറി. അതായത് അത് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് മാത്രം കിട്ടുന്ന ഒരറിവാണ്. അതിനെയാണ് ഈ ഇംപ്ലിസിറ്റ് നോളജ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഈ ലൈബ്രറിയിൽ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെ നോളജ് ഒന്നും ഉണ്ടാവാം. അവിടെ കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഡീൽ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള നോളജിൽ ഒരു ലൈബ്രറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഇവർ ഈ നോളജ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് നോളജ് മാനേജ്മെന്റ് ഈസ് അബൌട്ട് മേക്കിംഗ് റൈറ്റ് ഇൻഫർമേഷൻ ടു റൈറ്റ് പീപ്പിൾ. അതായത് ലൈബ്രറിയിലേക്ക് വരുന്നത് ഇൻഫർമേഷൻ തേടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണോ വേണ്ടത് എന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോളജ് മാനേജ്മെന്റ് കൊണ്ട് ഏറ്റവും ബേസിക്കലി ഉദ്ദേശിക്കുന്ന കാര്യം. പിന്നെയുള്ളത് ബേസിക്കലി നോളജ് മാനേജ്മെന്റ് ഈസ് ദി കോർഡിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓർഗനൈസേഷൻ നോളജ് റിസോഴ്സസ് ഇൻ ഓർഡർ ടു വർക്ക് എഫക്റ്റീവ്ലി ആൻഡ് ടു ക്രിയേറ്റ് ബെനിഫിറ്റഡ് എവിഡൻസ്. അതായത് നമ്മുടെ കയ്യിലുള്ള നോളജ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി സ്മൂത്ത് ആവുക എന്നുള്ളതാണ് നോളജ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഇനീഷ്യേറ്റീവ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി ക്രിയേഷൻ, അക്വിസിഷൻ, ഡിസിമിനേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് ന്യൂ നോളജ്. അതായത് ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് നോളജ് ഉണ്ടാക്കുക, അതായത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ഓതർ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോളജ് എക്വയർ ചെയ്യാം. അതായത് നമ്മൾ ലൈബ്രറീസിൽ സീരിയൽസ് അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് പർച്ചേസ് ചെയ്ത് എക്സിബിഷൻ നടത്താം. അല്ലെങ്കിൽ പിന്നെ ഡിസിമിനേഷൻ ആണ്. അതായത് നമ്മൾ വരുന്ന റീഡേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേട്രോൺസിന് വേണ്ടിയിട്ട് ഈ നോളജ് നമ്മുടെ കയ്യിലുള്ള നോളജ് ഡിസിമിനേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഷെയറിംഗ് ഓഫ് ന്യൂ നോളജ്, അതെന്നാണ് ഇപ്പോൾ പറയുന്നത്, ആവശ്യക്കാരിലേക്ക് ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക. ഈ നോളജ് സെന്റർ depicts that knowledge management is a core disciplinary practice which enables organizations to improve the way they create, adopt, validate, diffuse, store and use knowledge in order to attain their goals faster and more effectively. അതായത് അതൊരു സെന്ററാണ് ഈ നോളജ് സെന്റർ എന്ന് പറയുന്നത്. അത് ആ ഒരു സെന്റർ നോളജ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോളജ് ക്രിയേറ്റ് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. പിന്നെ അത് ഓരോ ഓർഗനൈസേഷൻ, ലൈബ്രറി എന്നല്ല, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അവരടുത്തുള്ള നോളജ് ഏറ്റവും എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നോളജ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ലൈബ്രറിയുടെ കേസിലേക്ക് വരുമ്പോൾ നോളജ് മാനേജ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ലൈബ്രറീസ് എന്ന് പറയുന്നത് നോളജ് സെന്റേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന കോമൺ ആയിട്ടുള്ള പ്രൊസീജിയർ പ്രോസസ് എന്ന് പറയുന്നത് നോളജ് ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവർ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് അവർ പർച്ചേസ് ചെയ്യും. അതായത് ബുക്സ് സബ്സ്ക്രൈബ് ചെയ്തതായിട്ടും അത് നോളജ് അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മൾ ബുള്ളറ്റിലൊക്കെ കാണുന്നത് പോലെ അതിലേക്ക് കറണ്ട് അവേർനെസ് സർവീസിലൊക്കെ നടത്തുന്നത് പോലെ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടന്റ് മാത്രം നമ്മൾ ഡിസ്പ്ലേറ്റ് ചെയ്യും. അതൊക്കെയാണ് ഈ നോളജ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദി കോർ ഓഫ് നോളജ് മാനേജ്മെന്റ് ഇൻ ലൈബ്രറീസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഇൻ നോളജ് സൊസൈറ്റി ഈസ് ദ പേഴ്സൺ ഹു ഗ്രാസ്പ് നോളജ് ആൻഡ് ക്യാൻ ഓർഗനൈസ് നോളജ്. അതായത് ലൈബ്രറീസിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മളിങ്ങനെ കുറേ പുസ്തകം അല്ലെങ്കിൽ ഡിജിറ്റൽ റിസോഴ്സസ് ലൈബ്രറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ആൾക്കാർ എത്തുമ്പോൾ അതിലേക്ക് അത് കൃത്യമായിട്ട് ഡിസിമിനേറ്റ് ചെയ്യണം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈബ്രറിയിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ നോളജ് റിസോഴ്സസ് അത് യൂട്ടിലൈസ് ചെയ്യാനും ആവശ്യക്കാരിലേക്ക് കറക്റ്റ് രീതിയിൽ പ്രോസസ്സ് ചെയ്ത് എത്തിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ലൈബ്രറികൾക്ക് ആവശ്യം. അതാണ് അവിടെ നോളജ് മാനേജ്മെന്റ് ഇൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെയും കൂടി ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നോളജ് മാനേജ്മെന്റ് ഇൻ ലൈബ്രറീസ് ഈസ് ടു പ്രൊമോട്ട് റിലേഷൻഷിപ്പ് between libraries and users to strengthen knowledge flow. അതായത് നോളജ് ഫ്ലോനെ പ്രൊമോട്ട് ചെയ്യുക, നോളജ് ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്തവരിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു സൈക്കിളിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നോളജ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു സൈക്കിളാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് വന്ന് നോളജ് ക്യാപ്ചർ ഓർ ക്രിയേഷൻ, അതായത് ഉണ്ടാക്കിയ ആളുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഷെയർ ചെയ്ത് എത്തപ്പെട്ട ആൾ അത് എഫക്റ്റീവ്ലി
പ്രോസസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ലൈബ്രറിയിലുള്ള പേപ്പർ മെറ്റീരിയൽസ് മാത്രമല്ലാതെ കാരണം ഒരുപാട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡിജിറ്റൽ റിസോഴ്സസ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന പ്രോഗ്രാം തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ നാളെ ഒരു ഡിജിറ്റൽ റിസോഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഡിജിറ്റൽ ലൈബ്രറീസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ലൈബ്രറീസ് is a logical extension of traditional library system in digital environment. അതായത് നമ്മുടെ സാധാരണ ഒരു ലൈബ്രറിയിലുള്ള എല്ലാ മെറ്റീരിയൽസിനെയും ഡിജിറ്റൈസ് ചെയ്ത് അതിൻ്റെ ഡിജിറ്റൽ ഓപ്ഷൻ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ലൈബ്രറി കൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കൊറോണയുടെ ഒരു ക്രൈസിസ് ഒക്കെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടച്ചുപൂട്ടിയ ഒരു കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് ഞാനടക്കമുള്ള എല്ലാവർക്കും ഈ നോവലിൻ്റെയൊക്കെ ഇലക്ട്രോണിക് വേർഷൻ PDF ആയിട്ട് നമുക്ക് നമ്മൾ ഫോണിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് അതിയൊരു കാര്യമാണ് സിമ്പിളായിട്ട് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ഡിജിറ്റൽ റിസോഴ്സസും എല്ലാ ട്രഡീഷണൽ റിസോഴ്സസിൻ്റെയും ഇലക്ട്രോണിക് വേർഷൻ അവൈലബിൾ ആക്കുക. അതൊരു പ്രിന്റഡ് ബുക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും ഓഡിയോ വീഡിയോ ഒരു പിക്ചേഴ്സ് അങ്ങനെയുള്ള എന്ത് റിസോഴ്സസും ആയിക്കോട്ടെ. അതാണ് ഡിജിറ്റൽ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിജിറ്റൽ ലൈബ്രറി നോളജ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. അതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 10 ടൂൾസ് ഉണ്ട്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് നോളജ് മാനേജ്മെന്റ് ഇൻ ഡിജിറ്റൽ ലൈബ്രറീസ് ആണ്. അവിടെ ഡിജിറ്റൽ റിസോഴ്സസ് പോലെ തന്നെ അവിടെയുള്ള ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഡിജിറ്റൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പബ്ലിക് ലൈബ്രറിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും ഈ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ അറിയണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ അതിനൊന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിവുള്ള ആൾക്കാരും കൂടി നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റീസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഡിജിറ്റൽ ലൈബ്രറി നോളജ് മാനേജ്മെന്റ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഫസ്റ്റ് വൺ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. AM improves the customer services and efficiency of digital libraries. അതായത് നമ്മൾ ലൈബ്രറിയുടെ കേസിൽ പറയുമ്പോൾ അവിടെ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് പേട്രോൺസ് ആണ്. അതായത് ലൈബ്രറീസിൽ ബുക്ക് മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ലൈബ്രറിയുടെ കേസിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഈ നോളജ് മാനേജ്മെന്റ് കൊണ്ടുള്ള ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് പ്രൊമോട്ട് റീയൂസ് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസ്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈബ്രറിയിൽ ട്രഡീഷണൽ ലൈബ്രറി സിസ്റ്റം ആണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 5 നമ്പേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആകുള്ളൂ. അഥവാ അത് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ പുതിയത് പർച്ചേസ് ചെയ്യേണ്ട ഒരാവശ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി ആകുമ്പോൾ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡോക്യുമെന്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുപോലെ അഥവാ ഒന്നും കൂടുതലാകുമ്പോൾ ഒരേ സമയം ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി അതൊക്കെ നമുക്ക് ഈ ഡിജിറ്റൽ ലൈബ്രറീസിലെ നോളജ് മാനേജ്മെന്റ് വേണ്ടി കിട്ടും. It contributes the intellectual capital of the organization. AM also involves an all-round improvement of library staff quality. And AM promotes the knowledge innovation in libraries. Knowledge innovation എൻ്റെ പറഞ്ഞ കാര്യമാണ്. അതായത് നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് കുറച്ചും കൂടി നോളജിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നോളജ് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Digital libraries are emerging as a result of ICT advancement. ICT is a tool for knowledge acquisition and which is starting point of knowledge management. അതായത് ഡിജിറ്റൽ ലൈബ്രറിയുടെ കേസിൽ പറയുമ്പോൾ അവിടെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ഡിജിറ്റൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ റിസോഴ്സസ് ആയിരിക്കും. അപ്പോൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ടൂൾസ് അത്യാവശ്യമാണ്. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കാര്യമാണ്. റോബോട്ടിൻ്റെ കേസിൽ നമ്മൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർ ചിന്തിക്കുന്ന അതേ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് അത് കമ്പ്യൂട്ടർ സിസ്റ്റം സോൾവ് ചെയ്യുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് the intent of AI is to enable computers to perform tasks that normally requires human intelligence. AI allows machines to acquire, process and use knowledge to perform tasks to unlock knowledge that can be delivered to human to improve the decision making process. അതായത് നമ്മൾക്ക് ഹ്യൂമൻ ബീങ്സ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറയുന്നത് നമ്മൾക്കൊരു ലൈബ്രറിയിൽ പോകേണ്ടിരിക്കുകയാണ്. അവിടെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ആ ഒരു യൂണിറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഫാൻ ഓഫ് ആവുക അല്ലെങ്കിൽ
അത് കമ്പ്യൂട്ടറിലെ സിസ്റ്റം തന്നെ പ്രോസസ്സ് ചെയ്ത് അവരുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് അതിൻ്റെ ആൻസർ തരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷനാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സ് കൂടി നമ്മളെ ലാംഗ്വേജ് തന്നെ ഉപയോഗിച്ച് തുടങ്ങും. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലാംഗ്വേജിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ സിസ്റ്റം പെട്ടെന്ന് തന്നെ നമുക്ക് അവർ അനലൈസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കൊണ്ടുതരുന്നുണ്ടെങ്കിൽ അത് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. പിന്നെ അത് ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഫീച്ചറായി വരുന്നത്. കാരണം നമ്മളിപ്പോൾ വെബിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു സെർച്ച് പോലെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ഒക്കെ ക്രൗഡ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ചെയ്ത് തരുന്നത് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് വരുന്നത്. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതായത് വെബിലുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ ഈ നമ്മുടെ സെർച്ച് എഞ്ചിൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ഓരോ ഇൻഫർമേഷൻ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് സിസ്റ്റം തന്നെ കാറ്റഗറൈസ് ചെയ്യും. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സെർച്ച് കൊറിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം മാത്രം നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇതിങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഒരു ലൈബ്രറിയിലുള്ള എല്ലാ ഡിവൈസസിനും പരസ്പരം കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ മുന്നേ കണ്ട കാര്യം നമ്മൾ CCTV നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതൊക്കെ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ എക്സാമ്പിളാണ്. അതായത് ഒന്നും കൂടുതൽ ഡിവൈസസ് കണക്ട് ചെയ്യുക, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അതുപോലെയുള്ള നോളജ് ഷെയറിംഗ് ഒക്കെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ലൈബ്രറിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ RFID ടെക്നിക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ പുസ്തകത്തിൻ്റെ മേലിലും RFID ചിപ്പും സെൻസറും കണക്ട് ചെയ്തിട്ട് ബുക്ക് ആരെങ്കിലും ഇഷ്യൂ ചെയ്യാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഒരു അലാറം അടിക്കുകയും ആൾക്കാർക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലൈബ്രറിയിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പ് വൈസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ലൈബ്രറീസിലുള്ള ഏറ്റവും വലിയ റിസോഴ്സസ് എന്ന് പറയുന്നത് ആളുകളുടെ പ്രൊഫഷണൽസ് തന്നെയാണ്. അതായത് ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ആകുമ്പോൾ ഈ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ടാസ്കുകൾ എന്താ പറയുക ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഗ്രൂപ്പ് വൈസ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗൂഗിൾ മീറ്റിംഗ് ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് പിന്നെയുള്ളതാണ് ഡാറ്റ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് അടുത്ത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റയുടെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഒന്ന് കൂടുതൽ ഡാറ്റ അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഡാറ്റാബേസിലാണ്. അപ്പോൾ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെടുക്കാനും കുറച്ചുകൂടി നമുക്ക് സ്പീഡ് ആയിട്ട് പറ്റും. പിന്നെ ലൈബ്രറി കൺസംഷൻ ഇത് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിലെ കേസിൽ അത്യാവശ്യം ഇങ്ങനെ നമുക്ക് പോസിബിൾ ആവുന്ന ഒരു മെത്തേഡാണ്. കാരണം വെച്ചാൽ ലൈബ്രറി കൺസോർഷ്യം ഉദ്ദേശിക്കുന്നത് ലൈബ്രറി കോർപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ലൈബ്രറികൾ തമ്മിൽ സഹകരിച്ച് റിസോഴ്സസ് എല്ലാവരും തമ്മിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ലൈബ്രറി കൺസോർഷ്യങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് റിസോഴ്സസ് ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു സീരിയൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ലൈബ്രറി കൺസോർഷ്യം മെമ്പറായ എല്ലാ ലൈബ്രറീസിനും ഒരുപോലെ ഉപയോഗിക്കും. അതാണ് ഈ ലൈബ്രറി കൺസോർഷ്യത്തിന് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെർച്ച് എഞ്ചിൻസ് ആണ്. ഇതിനെപ്പറ്റി അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഗൂഗിളും യാഹൂവും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. വെബിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ക്രൗഡ് ചെയ്ത് നമുക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. നോളജ് ഡിസ്കവർ ഇൻ ഡാറ്റാബേസസ് ആൻഡ് ഡാറ്റ. അതായത് നമ്മൾ നേരത്തെ ഡാറ്റാബേസിൻ്റെ കാര്യം പറഞ്ഞിട്ട് വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വന്നിട്ട് ഡാറ്റാബേസിലാണ്. ഈ ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നോളജ് ഡിസ്കവറി ഇൻ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഓരോ ഡാറ്റയുടെയും പാറ്റേണും അൽഗോരിതവും മനസ്സിലാക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഡാറ്റ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഓണ്ടോളജിയാണ്. ഓണ്ടോളജി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഓരോ കാര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ വരച്ച് കാണിക്കുന്ന ആ ഒരു മെത്തേഡാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. വെബിലുള്ള ഓരോ ഇൻഫർമേഷൻസും എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്, അതിലുള്ള ഓരോ ഇൻഫർമേഷനും ഒന്ന് മറ്റൊന്നോടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഒരു പാറ്റേണായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്.
ഇന്ത്യൻ ലൈബ്രറി തന്നിട്ടുള്ള കോഴ്സ്.